നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭാവനയും ദിലീപും തമ്മിലുള്ള കേസിൻ്റെ വിധി നടക്കാതെ നീട്ടി കൊണ്ടുപോവുകയായിരുന്നു. ഇത്ര കാലമായിട്ടും ഇതിൽ പ്രതികൾ ജീവനോടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ കേസിന് ഒരു വിധി വരുന്നില്ല എന്നുള്ള നിരാശയിലായിരുന്നു ജനങ്ങളൊക്കെയും. ദിലീപിന് ഇതിൽ പങ്കുണ്ടെന്ന് പറയുമ്പോഴും ദിലീപിൻ്റെ ഒരുപക്ഷം ആരാധകരൊക്കെയും ദിലീപിന് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല, ഭാവനയ്ക്ക് ഇതൊക്കെ തന്നെ വേണമായിരുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഭാവന എന്ന പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ പോവുകയാണ്. ദിലീപിൻ്റെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏപ്രിൽ 11 വിധി വരാനിരിക്കുകയാണ്. പൾസർ സുനി ഞെട്ടിക്കുന്ന ചില വിവരങ്ങളുമായി മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൾസർ സുനിക്ക് ദിലീപ് കാശ് കൊടുത്തു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളോടുകൂടി പൾസർ സുനിയായിരുന്നു ഈ കേസിലെ ഒന്നാം പ്രതി. ഈ പൾസർ സുനിയുടെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും വിലപ്പെട്ടതാണ്. കാരണം ജീവനോടെ ഇരിക്കുന്ന ഒരു പ്രതി വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ എന്താണെന്നറിയാൻ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി, ദിലീപിൻ്റെ ആരാധകരും ഭാവനയുടെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു കൂട്ടം സാധു ജനങ്ങളുമൊക്കെ കാത്തിരിക്കുകയാണ്. അങ്ങനെ അവസാനം അന്തിമമായിട്ടുള്ള വിധി വന്നിരിക്കുകയാണ്. ദിലീപിനെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഉള്ളതായിട്ടാണ് അറിയുവാൻ കഴിയുന്നത്. ഈ കേസിൽ നിർണായകമായിട്ടുള്ള പല മൊഴികളും രേഖപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ ഇതിൽ നിന്നും കൂറുമാറിയതായിട്ടും പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലായിട്ടും കാണുന്നു. എന്നാൽ പോലും ഇതിന് സത്യത്തിനും നീതിക്കും വിലയുള്ളത് കൊണ്ട് തന്നെ ഒരു സ്ത്രീയെ അപമാനിക്കപ്പെട്ട് ഇത്ര വർഷങ്ങളായിട്ടും യാതൊരുവിധ വിധിയും വരാത്ത ഒരു കേസ് ഭാവന കേസായിരുന്നു. ഭാവനയുടെ നീതിക്ക് വേണ്ടിയിട്ട് മനുഷ്യർ ഓരോരുത്തരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിലീപിന് ഇതിൽ പങ്കുണ്ടെങ്കിൽ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യണം. ഇത്രയും ക്രൂരമായി ചിന്തിക്കാനും ഒരു സഹപ്രവർത്തകയെ ഇത്ര ഹീനമായിട്ട് പീഡിപ്പിക്കുവാനും ഒക്കെയുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പീഡിപ്പിക്കാനുള്ള ഒരു മനസാക്ഷി എന്നൊക്കെ പറയുന്നത് ഒരു വല്ലായ്മ തന്നെയാണ്. ഈ ദിലീപിനെ പോലെയുള്ള മനസാക്ഷി ഇല്ലാത്ത മനുഷ്യരെ പ്രതിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. ദിലീപ് 8ാം പ്രതിയാണ്. ഇതിൽ പൾസർ സുനിയായിരുന്നു 1ാം പ്രതി. ഈ പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകളൊക്കെയും വളരെ നിർണായകമാണ്. ഈ ദിവസങ്ങളിൽ ഏപ്രിൽ 11 അന്തിമമായിട്ട് വിധി വന്നിരിക്കണമെന്നാണ് കോടതിയുടെ അന്തിമ തീരുമാനം. കാരണം ഇത്ര കാലമായിട്ടും എന്തുകൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നതെന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഇതിൽ ആളുകളെല്ലാം തന്നെ ജീവനോടെയുണ്ട്. ആളുകൾക്ക് ഇത് അറിയുകയും ചെയ്യാം. ഇത് ദിലീപ് തന്നെയാണ് ഇതിൽ കുറ്റക്കാരനെന്ന് ജനങ്ങൾ ഭൂരിഭാഗവും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ദിലീപിന് വെച്ചടി സിനിമയിൽ കയറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും താഴേക്കൊരു ഗ്രാഫ് പോകുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. കാവ്യ മാധവനൊക്കെയും ഇതിൽ തന്നെ ഒരു നിശ്ചിതമായൊരു പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ തരമില്ല. അങ്ങനെ ദിലീപായാലും കാവ്യാമാധവനായാലും മേഡം എന്ന് വിളിക്കുന്ന ആരായിരുന്നാലും ഈ കേസിൽ നിർണായകമായിട്ടുള്ള പങ്കുണ്ടെങ്കിൽ ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യണം. ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള ഉത്കണ്ഠയിലാണ് ആരാധകർക്കെയും നോക്കിയിരിക്കുന്നത്. ഭാവനയ്ക്ക് നീതി കിട്ടുന്നത് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട്. ഭാവനയ്ക്ക് നീതി കിട്ടട്ടെ, ഒരു സ്ത്രീയും അപമാനിക്കപ്പെടരുത്. ഒരുമിച്ച് ഒരു മേഖലയിൽ ജോലി ചെയ്ത് ഒരുമിച്ച് ഉണ്ടുറങ്ങി കഴിഞ്ഞിരുന്ന കൂട്ടുകാരായിട്ടുള്ള ഈ വ്യക്തികൾ ഇത്രയേറെ വൈരാഗ്യത്തിലേക്ക് എത്തപ്പെട്ടതിൻ്റെ കാരണം എന്തായിരിക്കും? കാവ്യാമാധവൻ്റെ വിഷയങ്ങൾ തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെയും എന്തു വന്നാലും ദിലീപ് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യട്ടെ.